കാര്യം ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാൻ കഴിവുള്ള ദൈവമാണ് ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവല്ലേ. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല, സകലതും എനിക്ക് സാധ്യമാണ്. ഞാൻ ചോദിച്ചു, പുതിയ നിയമത്തിൽ മരിച്ചവരൊക്കെ സ്വർഗത്തിലുണ്ടെന്ന് എന്താ തെളിവ്? അത് ഞാൻ ചോദിച്ചിരുന്നു. ഈശോ പറഞ്ഞു, താബോർ മലയിൽ വെച്ച് ഞാൻ രൂപാന്തരപ്പെടുന്ന ഭാഗം നീ വായിച്ചിട്ടുണ്ടോ? അവിടെ എന്നോട് സംസാരിച്ചത് ആരുകയാ? മോശയും ഏലിയായും. അവരന്ന് ജീവിച്ചിരുന്ന മനുഷ്യരാണോ? അല്ല. പിന്നെ അന്നേരം എന്നോട് സംസാരിക്കാൻ അവർ മണ്ണിനടിയിൽ എഴുന്നിട്ട് വന്നാണോ? എൻ്റെ മോളെ, അവരൊക്കെ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ തന്നെയാ. എൻ്റെ ദൈവം അവർക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ അവരിപ്പോഴും ജീവിക്കുന്നത്. അല്ല നിന്നെ പോലെ നീ വിശ്വസിക്കുന്ന പോലെ മരിച്ച് മണ്ണിനടി ചീഞ്ഞണിഞ്ഞ് കിടക്കുകയല്ല. ഞാൻ എന്താ പറഞ്ഞത്? പുനരുദ്ധാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നീ ഓർക്കുന്നുണ്ടോ? ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. നിന്റെ കണക്കനുസരിച്ച് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബും ഒക്കെ പണ്ടേ മരിച്ചു പോയവരാ. പക്ഷെ എൻ്റെ മുമ്പിൽ അവരിപ്പോഴും ജീവിച്ചിരിക്കുക. ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ നിയമമോ അറിയാത്തത് കൊണ്ട് നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, വലിയ തെറ്റുപറ്റിയിരിക്കുന്നു. വലിയ തെറ്റ് പറ്റിയത് കൊണ്ടാണ് തിരുത്താൻ വലിയ വിഷമം. ചെറിയ തെറ്റല്ല പറ്റിയിരിക്കുന്നത്. വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിൻ്റെ നിയമങ്ങളും അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു. തോന്നുന്നത് പോലെയൊക്കെ വ്യാഖ്യാനിച്ചു വിടുകയാണ്. വചനം എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണെന്ന്. അപ്പം അതുകൊണ്ട് നീ ഇത് വിശ്വസിക്കുക. മരിച്ചവരൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തുണ്ട്. അതുകൊണ്ട് അവരെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. എനിക്കിത് സാധിക്കും എന്നുള്ളതിന് പുതിയ നിയമത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടല്ലോ മോള്. ഇനി സംശയിക്കരുത് ഈ കാര്യത്തിൽ. ഞാൻ പറഞ്ഞില്ല, ഇപ്പം എൻ്റെ സംശയം തീർന്നു. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വിശുദ്ധരൊക്കെ പ്രാർത്ഥിക്കാൻ നിൻ്റെ അടുത്ത് വരാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നുണ്ട്. എന്നാലും ഈ ആൾത്താരയിലൊക്കെ കയറ്റി വെച്ചിരിക്കുന്നത് എന്തിനാ? കർത്താവ് നിന്റെ തലയ്ക്ക് മുകളിലൊക്കെയാണ് ഇരിക്കുന്നത്. ദൈവത്തെക്കാളും വലിയവരാണല്ലോ. വഴി തൊട്ടേ അവരാണല്ലോ ഇരിക്കുന്നത്. ഇവിടെ വന്ന ഒരു കുഞ്ഞു പെട്ടിക്കകത്ത് മാത്രമാണ് നീ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതെന്താ അങ്ങനെ കാണിക്കുന്നത്? അത് തെറ്റല്ലേ? യേശു പറഞ്ഞു, എൻ്റെ മോളെ, നിനക്ക് എൻ്റെ അമ്മയോടും എൻ്റെ വിശുദ്ധരോടും ഒക്കെ അസൂയാണോ? അവരോട് നിനക്ക് മുമ്പേ ഇങ്ങോട്ട് പോരേണ്ടത് എങ്ങനെയാണെന്ന് നിന്നെ കാണിച്ചു തന്നത് അവരാണ്. അപ്പം അവർ നടന്ന വഴിയിൽ കൂടെ ഒരു പടി പോലും വെക്കാൻ പറ്റാതെ അവരുടെ കുറ്റവും പറഞ്ഞ് എൻ്റെ മുമ്പിൽ വന്നു നിൽക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വരുന്നു? അവരും ജീവിച്ച പോലെ ഒന്ന് ജീവിക്കുക നീ, അല്ലാതെ അവരെ കുറ്റം പറയാൻ പഠിക്കരുതേ. ഇനി എനിക്കിഷ്ടമുള്ളവരെ, എൻ്റെ മക്കളെ എനിക്കിഷ്ടമുള്ളിടത്ത് വെക്കാനും സ്വാതന്ത്ര്യമില്ല എനിക്ക്. ചിലപ്പോൾ എൻ്റെ മക്കളെ ഞാൻ എൻ്റെ തലയിൽ വയ്ക്കും, ചിലപ്പോൾ എൻ്റെ കൈ പിടിക്കും, ചിലപ്പോൾ എൻ്റെ അടുത്ത് ചേർത്ത് നിർത്തും, ചിലപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കും, ചിലപ്പോൾ എൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ പോയി നിൽക്കും, ചിലപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കും. അങ്ങനെ എനിക്കിഷ്ടമുള്ളിടത്ത് എനിക്കിഷ്ടമുള്ളവരെ ഞാൻ വയ്ക്കും. പക്ഷെ നീ വിചാരിച്ചാലൊന്നും നിൻ്റെ രൂപ ആൾത്താരെ വരികയില്ല. നീ വിചാരിച്ചാൽ നിൻ്റെ രൂപ ആൾത്താരെ വരികയില്ല. അത് ഞാൻ വിചാരിക്കണം. അതുകൊണ്ട് നീ പോയി ആ വിശുദ്ധരിൽ ഒരാളെ പോലെ ആയിത്തീരാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാതെ അവരെ കുറ്റപ്പെടുത്തി, മഹിമ അണിഞ്ഞവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കരുത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് മഹിമ അണിഞ്ഞവരെ കുറ്റപ്പെടുത്തരുതെന്ന്, വിധിക്കാൻ പോകണ്ടെന്ന്. അവരെ പോലെ ആകാൻ ശ്രമിക്കുക, കുറ്റപ്പെടുത്താതിരിക്കാനും ശ്രമിക്കുക. വിശുദ്ധരൊക്കെ എൻ്റെ അടുക്കലുണ്ട്, അവരെന്നോട് പ്രാർത്ഥിക്കുന്നുമുണ്ട്. അവരിലൂടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതോർത്ത് വിഷമിക്കേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, വിശുദ്ധരൊക്കെ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. എങ്കിലും ഒരു കാര്യം, ഒരു സംശയമുണ്ട്. ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? അവരുടെ കാര്യം കഴിഞ്ഞതല്ല, ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? യേശു ചോദിച്ച അന്ത്യവിധി കഴിഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. മരിച്ചവർ ഉയർത്തെഴുന്നേക്കുമെന്ന് പ്രത്യാശയുണ്ടോ? ഉണ്ട്. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും പോലും ദൈവത്തിന് കരുണ കാണിക്കാൻ പറ്റുന്ന വിശ്വാസമുണ്ടോ? ഉണ്ട്. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് വിശ്വാസമുണ്ടോ? ഉണ്ട്. എന്നാൽ ഈ വിശ്വാസങ്ങളുള്ള കാലത്തോളം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തിരുസഭ പറയുന്നത് അതുപോലെ തന്നെ ചെയ്തുകൊള്ളുക. എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് തിരുസഭയിൽ. അവർക്കൊക്കെ വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊള്ളുക. ഞാൻ പറഞ്ഞു, ഇതും ചെയ്യാം. പക്ഷെ ഒരു സംശയവും കൂടിയുണ്ട്. ഈ ബൈബിൾ കൂട്ടിച്ചേർത്തതല്ലേ? ബൈബിളിനോട് ആരും ഒന്നും കൂട്ടിച്ചേർക്കുകയോ ബൈബിളിൽ നിന്ന് ആരും ഒന്നും എടുത്തു മാറ്റുകയോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് പിന്നെ കത്തോലിക്ക സഭ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കുറേ പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നതല്ലേ? യേശു പറഞ്ഞു, അതെവിടെയാണ് കൂട്ടിച്ചേർത്ത് എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വചനങ്ങളിലുണ്ട്.
ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവൻ്റെ മേലയക്കും. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവന്റെ വൃക്ഷത്തിനുമുള്ള അവൻ്റെ പങ്ക് ദൈവം എടുത്തു കളയും. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, മോളെ നീ വായിച്ച ഭാഗത്ത് തന്നെ ഉത്തരവുണ്ടെന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞതാ, എങ്കിലും ഒന്നുകൂടി പറയാം. ഇത് ശ്രദ്ധിച്ച് വായിക്കാത്തതുകൊണ്ടാണ് പറ്റിയത്. ഇത് വായിക്കുന്നതിന് മുമ്പ് നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രവചന ഗ്രന്ഥങ്ങളെല്ലാം പുസ്തകം എന്നാണ് അറിയപ്പെടുക. വെളിപാടിൻ്റെ പുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണ്. വരാനിരിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന പുസ്തകം. വെളിപാടിൻ്റെ സുവിശേഷമെന്ന് പറയുകയില്ല, വെളിപാടിൻ്റെ പുസ്തകം. ഇതുപോലെ തന്നെ നമ്മുടെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, ആമോസ് പ്രവാചകന്റെ പുസ്തകം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ തന്നെയുള്ളൊരു പുസ്തകമാണ് ഇതും. വെളിപാടിന്റെ പുസ്തകം വരാനിരിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം ഈ വചനം വായിക്കാൻ. ഇനി വായിക്കുക. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ ഏതാണ്? വെളിപാടിന്റെ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ, വെളിപാടിന്റെ പുസ്തകത്തിലെ ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ വെളിപാടിന്റെ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവൻ്റെ മേലയക്കും. വെളിപാടിന്റെ പുസ്തകത്തിലെ പ്രവചനങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ വെളിപാടിന്റെ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു മാറ്റുകയോ ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്, ഇനിയൊന്നും കൂട്ടിച്ചേർക്കണ്ട. എന്നാൽ തിരുസഭയ്ക്ക് ബൈബിളിന്റെ മേളിലും അധികാരമുണ്ടെന്ന് നീ അറിയുക. നീ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഒരു ദിവസം രാവിലെ ഒരാൾ എഴുതാനിരുന്ന് വൈകുന്നേരം എഴുതി കുത്തിക്കെട്ടി തന്ന സാധനമായിരിക്കണം ബൈബിള്. ഇതിലൊന്നും കൂട്ടിച്ചേർക്കാതെ കിട്ടണമെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഈ പുസ്തകം ഇങ്ങനെ എഴുതി ഈ രൂപത്തിൽ നിന്റെ മുമ്പിൽ വന്നത് തന്നെ. അവന് കൂട്ടിച്ചേർക്കരുതെന്നുള്ള വാക്ക് നിന്റെ ആ ചോദ്യം തന്നെ തെറ്റിപ്പോയി. വെളിപാടിന്റെ പുസ്തകത്തിനോട് കൂട്ടാനും കുറയ്ക്കാനൊന്നും പോകണ്ട, വേണ്ടതെല്ലാം അതിൽ എഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നീ ഇത് പറയുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയിലുണ്ടായിരിക്കണം. ഒന്നും കൂട്ടിച്ചേർക്കാനൊന്നും വെളിപാടിന്റെ പുസ്തകത്തിനോട് കൂട്ടിച്ചേർക്കാൻ പോകണ്ട. എന്നാൽ ബൈബിൾ, തിരുസഭയ്ക്ക് ബൈബിളിൻ്റെ മേലും അധികാരമുണ്ട്. തിരുസഭ നൽകുന്ന ബൈബിൾ നീ സ്വീകരിച്ചു കൊള്ളുക. അതുകൊണ്ട് ഇതോർത്ത് വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞു ഇതും എനിക്ക് വിശ്വാസമായി. പക്ഷേ ഞാൻ പറഞ്ഞു എന്നാൽ കുരിശ് വേണ്ടായിരിക്കുമല്ലോ ഇതിൻ്റെ അറ്റത്ത്. അപ്പനെ ആരെങ്കിലും കത്തിക്ക് കുത്തി കൊന്നാൽ പിന്നെ കത്തി ആരെങ്കിലും കഴുത്തെ കെട്ടി തൂക്കിക്കൊണ്ട് നടക്കുമോ? യേശു ചോദിച്ചു, കുരിശ് കൊണ്ട് കുത്തിക്കൊന്ന ഒരു കർത്താവിന് നിനക്ക് പരിചയമുണ്ടോ? ഇത് നിന്നെ തറയ്ക്കാൻ വേണ്ടി പണിത കുരിശാ. ഇത് നിന്നെ തറയ്ക്കാൻ വേണ്ടി പണിത കുരിശാ. എനിക്കത് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നിനക്ക് മുമ്പേ ഇങ്ങ് പോന്നു. എന്നിട്ട് നീ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ കുരിശിൽ എൻ്റെ ജീവിതം ബലിയാക്കി തീർത്തു. അപ്പം നീ വന്നപ്പോൾ ഈ കുരിശും അതിലൊരു ക്രൂശിത രൂപം മാത്രമേ കണ്ടുള്ളൂ. നിന്നെ രക്ഷിച്ചിട്ട് ഞാൻ പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ നിനക്ക് ഈ കുരിശ് എന്തിൻ്റെ അടയാളമാണ്? നിന്റെ ദൈവത്തിന് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. നിന്റെ അപ്പന് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ കുരിശ്. ഇത് കാണുമ്പോഴെല്ലാം നീ ഓർക്കണം, എൻ്റെ അപ്പന് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു എന്നോട്. അതുകൊണ്ടാണ് ഞാൻ കുരിശിൽ കിടന്ന് മരിച്ചത്. ഇരുകരങ്ങൾ നീട്ടി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇത്രത്തോളം. നിനക്ക് അളക്കാമെങ്കിൽ അളക്കാം. അത്രയും വലിയ സ്നേഹത്തോടു കൂടി കുരിശിൽ ഞാൻ എൻ്റെ ജീവിതം ബലിയാക്കി തീർത്തപ്പോൾ ഈ കുരിശ് നിനക്ക് സ്നേഹത്തിൻ്റെ അടയാളമാണ്. എവിടെ ഈ കുരിശ് കണ്ടാലും നിന്നെ ഈ അഭിമാനത്തോടു കൂടി പറയണം, കണ്ടോ എൻ്റെ ദൈവത്തിന് അത്രയും സ്നേഹം ഉണ്ടായിരുന്നു എന്നോട്. ഇത് പറയുകയും നിന്റെ കഴുത്തിൽ ഇത് അണിയുകയും ചെയ്യുക. അഭിമാനത്തോടെ കാണിച്ചു പറയണം, എൻ്റെ ദൈവത്തിന് എന്നുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് ഇത്രയും സ്നേഹത്തോടു കൂടി ഇത്രയും വേദനയോടുകൂടി അവൻ മരിച്ചതെന്ന് അഭിമാനത്തോടു കൂടി നീ പറഞ്ഞു കൊള്ളുക അവരോട്. എന്നിട്ട് കാണിച്ചു കൊടുക്കുക. അവർ കാണട്ടെ നിന്റെ കഴുത്തിൽ അത് കിടക്കുന്നത്. അഭിമാനമായി അത് ധരിച്ചു കൊള്ളുക. എവിടെ കുരിശ് കണ്ടാലും ഒന്ന് ശിരസ് കൂനിച്ച് കടന്നു പോവുക. നീ എപ്പോഴും എന്നെ ഓർക്കും, നിന്നെ രക്ഷിച്ച വഴികളൊക്കെ. അപ്പോൾ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് നിനക്ക് നിന്റെ ദൈവവുമായിട്ടൊരു ബന്ധം വരും. റോഡിൽ കൂടെ പോകുമ്പോൾ നീ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു കുരിശ് കാണുമ്പോൾ പെട്ടെന്ന് ശിരസ് കുനിക്കുമ്പോൾ നീ ഓർക്കും ദൈവത്തിൻ്റെ സ്നേഹം. ആ കുരിശ് നിന്നെ ഓരോ സ്ഥലത്തേക്കും വഴികാട്ടിയായിട്ട് നാട്ടിയിരിക്കുക. ഭൂമിയിൽ എല്ലാ സ്ഥലത്തും വഴികാട്ടിയായിട്ട് നാട്ടി വെച്ചിരിക്കുക. നീ എതിലെ വന്നാലും കാണാം ഒരു കുരിശ്. ഏത് റോഡിൽ കൂടെ പോയാലും എന്താവശ്യത്തിന് പോയാലും അതെല്ലാം മോളെ ഇതാ മോനെ ഇതാ ശരിയായ വഴിയെന്ന് നിന്നെ കാണിച്ചു തരുന്ന ഒരു കൈ ചൂണ്ടിയായിട്ട് നാട്ടി നിർത്തിയിരിക്കുക.
അത് നിനക്ക് ഉപേക്ഷിക്കാനുള്ളതല്ല, സ്വീകരിക്കാനുള്ളതാണ്. തിരുസഭ എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നീ അങ്ങ് സ്വീകരിച്ചാൽ മാത്രം മതി ഇനി. എന്നിട്ട് സഭ പറയുന്നത് മുഴുവൻ അനുസരിച്ച് കൊള്ളുക. തിരുസഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മോള് കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വരിക. എന്നിട്ട് എൻ്റെ സഭയിൽ ചേർന്ന് മാമോദീസ സ്വീകരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ പേര് പറയാനായിരുന്നു നിനക്ക് ഏറ്റവും കൂടുതൽ വിഷമം. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ പേര് തന്നെ സ്വീകരിക്കണം. മരിയ എന്ന പേര് സ്വീകരിച്ച്, അമ്മയുടെ പേര് സ്വീകരിച്ച് നീ മാമോദീസ മുങ്ങി കത്തോലിക്ക തിരുസഭയുടെ അംഗമായി തീരണം. തിരുസഭയ്ക്ക് തെറ്റുപറ്റിയാൽ ഞാൻ തിരുത്തിക്കൊള്ളാം, നീ തിരുത്തണ്ട. തിരുസഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. തിരുസഭ എന്തു പറയുന്നു അത് നീ അനുസരിക്കണം. ഞാൻ പറഞ്ഞു, ഈശോയെ എനിക്ക് വിശ്വാസമായി ഇത്രയും കാര്യങ്ങൾ, അതുകൊണ്ട് നീ പറയുന്നത് ഞാൻ അനുസരിക്കാം. ഞാൻ പോയി വികാരിയച്ഛനെ ചെന്ന് കണ്ടു പറഞ്ഞു, അച്ഛാ എനിക്ക് മാമോദീസ സ്വീകരിക്കണം. അപ്പം ഞാൻ ഓർത്തത് ഇത് ഒരു കർത്താവ് എന്നോട് മാത്രം പറഞ്ഞ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചെന്ന് കത്തോലിക്ക സഭയിലുള്ള എല്ലാവരോടും ഇതുപോലെ വന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരൊക്കെ കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പ്രത്യേക കാര്യമാണ്, ഇതിനെന്തെങ്കിലും പ്രാധാന്യം ഉണ്ടെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അച്ഛനോട് ഈ കാര്യമൊന്നും പറയാനും പോയില്ല. ഇക്കാര്യമൊക്കെ അച്ഛനോടൊക്കെ നേരത്തെ വന്ന് ഈശോ പറഞ്ഞിരിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അച്ഛാ എനിക്ക് മാമോദീസ മുങ്ങണം, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ദിവ്യകാരുണ്യം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. സത്യമായിട്ട് ഈശോ ദിവ്യകാരുണ്യത്തിലുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. അപ്പം അച്ഛൻ ചോദിച്ചു, സംശയമൊക്കെ തീർന്നോ? ഞാൻ പറഞ്ഞു, സംശയമൊന്നുമില്ല, ഇപ്പോൾ ദിവ്യകാരുണ്യം ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ആ പുസ്തകം വായിച്ചപ്പോഴും മനസ്സിലായി. അത്രയൊക്കെ പറഞ്ഞോളൂ അച്ഛനോട്. അച്ഛൻ പറഞ്ഞെങ്കിൽ ഒരു ധ്യാനത്തിന് പോരണം. 2-3 ദിവസം ഒന്ന് ഒരുങ്ങുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് മറുപടിയൊക്കെ കിട്ടണം, എഴുത്തൊക്കെ എഴുതി എല്ലാവരുടെ അനുവാദമൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അനുവാദത്തിന് വേണ്ടി കത്തൊക്കെ എഴുതിയിട്ട് ഒരു 3 ദിവസത്തെ ഹിന്ദി ധ്യാനം അവിടുത്തെ സെമിനാറിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി അച്ഛനെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ഞാനും വേറെ എൻ്റെ കൂടെ ഒരു 3-4-5 കുട്ടികളൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ധ്യാനിക്കാൻ അവിടെ ചെന്നു. വളരെ കുറച്ച് പേരേ ഉള്ളൂ. വേറെ 2 വൈദികരും കൂടി ഉണ്ട് അവിടെ. അവരവിടെ മിഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന ഫാദർ സൈമണും ഫാദർ ബേസിലും അവരും കൂടി ഉണ്ട് അവിടെ. അച്ഛനും ഉണ്ട്, മാത്യച്ഛനും ഉണ്ട് അവിടെ. അങ്ങനെ ഇവർ 3 പേരും എന്നോട് സംസാരിക്കുകയും ചെയ്തു. വലിയ താല്പര്യത്തോടുകൂടി എൻ്റെ കാര്യങ്ങളെല്ലാം കേൾക്കുകയും എന്നെ ഒരുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ സമയത്ത് വരെ ഞാൻ പെന്തക്കോസുകാരിയാണെന്നുള്ള കാര്യം അച്ഛനോട് പറഞ്ഞിരുന്നില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വൈദികരോട് സംസാരിച്ച്, അപ്പോൾ അവർ ആ കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് അന്ന് ധ്യാനം തുടങ്ങുകയാണ്. ധ്യാനം തുടങ്ങുന്നതിന് വരെ ഞാൻ വലിയ സന്തോഷത്തോടെ, വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഈശോയെ സ്വീകരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് വലിയ സന്തോഷമാണ് എൻ്റെ ഉള്ളിൽ. ആ സന്തോഷത്തോടുകൂടിയാണ് ഉള്ളിലിരിക്കുന്നത് ഞാൻ. എന്നാൽ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞപ്പോഴേ, ക്ലാസ് തുടങ്ങിയതിൻ്റെ 1 മണിക്കൂർ 2 മണിക്കൂർ ആയപ്പോഴേക്കും എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. കുറേയേറെ ഛർദ്ദിച്ചു. പിന്നെ ലൂസ് മോഷനും തുടങ്ങി. ഇതാരെ അറിയിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കാരണം മറ്റുള്ളവർക്ക് ശല്യമാവുണ്ടല്ലോ, എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ ആയിരിക്കും എന്ന് മാത്രം വിചാരിച്ചു. അങ്ങനെ 1-2 പ്രാവശ്യം കഴിഞ്ഞു. പിന്നെ ഞാൻ ആദ്യം ഫ്രണ്ടിലായിരുന്നു, പിന്നെ എഴുന്നിട്ട് പുറകെ പോയിരുന്നു, ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. പിന്നെ പോയിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നില്ല, അവിടെ തന്നെ നിന്നു. അങ്ങനെ നിന്ന് കുറേ നേരമായി കഴിഞ്ഞപ്പം ശരീരമെല്ലാം തളർന്നു പോകുന്ന പോലെ തോന്നാൻ തുടങ്ങി. ഞാൻ ആ ബക്കറ്റിൽ നിന്ന് തന്നെ കുറേ വെള്ളം എടുത്ത് കുടിച്ചു. എന്നിട്ട് പിന്നെ അവിടെ ആരെയും കാണുന്നില്ല. അപ്പം ഞാൻ ശരീരമെല്ലാം വേദന എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. കൈയും കാലും മുട്ടൊന്നും മടക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിലേക്ക് നോക്കിയപ്പോഴാണ് കണ്ടത്. കണ്ണൊക്കെ എനിക്ക് ശരിക്കും കാണത്തില്ലെന്നൊക്കെ തോന്നാൻ തുടങ്ങി. അപ്പം ഞാൻ കാണുക കൈയും കാലും എല്ലാം നീര് വെച്ച് വീർത്തിരിക്കുക. ചെരുപ്പിനകത്ത് കാല് കൊള്ളുകയില്ല, അതുകൊണ്ട് ചെരുപ്പ് ഊരി കളഞ്ഞ് ഞാൻ. അതുപോലെ ഒരു നിമിഷം കൊണ്ടാണ് അങ്ങനെയെല്ലാം ആയത്. പെട്ടെന്ന് കൈയുടെ കാലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇടയൊന്നുമില്ല, വിരലിനിടയ്ക്ക് ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ വീർത്ത് ബൾബ് പോലെ ഇങ്ങനെ വീർത്തിരിക്കുക വിരലുകളെല്ലാം. അത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി. എൻ്റെ ദൈവം എനിക്ക് എന്താ പറ്റിയത്? ഞാൻ മരിക്കാൻ തുടങ്ങുകയാണ്, ശരീരമെല്ലാം വണ്ണം വെച്ച് മരിക്കാൻ തുടങ്ങുകയാണെന്ന് ഓർത്തു. അതുപോലെ അറ്റൻഷനായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. കൈയും കാലും ഒന്നും മടക്കത്തില്ല, ഈ നീര് കൊണ്ടും വേദന കൊണ്ടും അങ്ങനെ തന്നെ നിൽക്കുക. പിന്നെ ഞാൻ ആ ഭിത്തിയെ കൂടെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നിരങ്ങി നടന്നു അല്പ ദൂരം. അവിടെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോയെന്നറിയാൻ. ധ്യാനം നടക്കുന്ന ഹോളിലേക്ക് പോയില്ല, അവരെ കഷ്ടപ്പെടുത്തുണ്ടല്ലോ എന്നോർത്ത്. അങ്ങനെ ഈ വരാന്തയിൽ കൂടെ തന്നെ കുറേ ദൂരം നടന്നപ്പോൾ ഒരു മുറി തുറന്നിരിക്കുന്നത് കണ്ടു. അവിടെ ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ച് ലൈറ്റ് അകത്ത് കിടക്കുന്നതുകൊണ്ട് പതുക്കെ ഞാൻ ചെന്ന് ആ മുറിയിലേക്ക് കയറി. അപ്പോൾ ഞാൻ കണ്ടതായത് ചാപ്പലാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വൈദികൻ ദിവ്യകാരുണ്യം ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചിട്ട്, ആരാധനയ്ക്ക് എടുത്ത് വെച്ച് കുമ്പിട്ട് വണങ്ങിയിട്ട് എഴുന്നേൽക്കുക അച്ഛൻ. അപ്പം ഞാൻ പതുക്കെ അറ്റൻഷനായിട്ട് തന്നെ അതിനകത്തേക്ക് ചെന്ന് കയറി ഭിത്തിയെ ചാരി നിൽക്കുക. മടങ്ങത്തൊന്നുമില്ല എനിക്ക്. അങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ തിരിഞ്ഞു നോക്കി. ഞാനവിടെ നിൽക്കുന്നത് കണ്ടു. അച്ഛനോടത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നോർത്ത് ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
കുറച്ച് നേരം കഴിഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ വാതുക്കെ തന്നെ ഞാൻ നിൽക്കുകയല്ലേ. അപ്പോഴാണ് അച്ഛൻ എന്നെ മനസ്സിലായത്. ആദ്യം എന്നെ ആളെ കണ്ടിട്ട് അച്ഛന് മനസ്സിലായില്ല. കാര്യം തലേദിവസം സംസാരിച്ചതാണെങ്കിൽ പോലും എന്നെ ഇങ്ങനെ നീര് വെച്ചിരിക്കുന്നതുകൊണ്ട് മനസ്സിലായില്ല. അച്ഛൻ ചോദിച്ചു എന്ത് പറ്റി? ഞാൻ പറഞ്ഞു എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, കയ്യും കാലുമൊക്കെ നീര് വെച്ചു. അച്ഛൻ പറഞ്ഞു മുഖത്ത് നീരുണ്ട്, മോൾക്ക് ഹാർട്ടിന് എന്തെങ്കിലും കുഴപ്പമുള്ളതാണ്. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. കിഡ്നിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനും കുഴപ്പമൊന്നും ഇതുവരെ ഇല്ലായിരുന്നു. എന്നാലും ഇങ്ങനെ വെച്ചോണ്ട് ഇവിടെ ഇരിക്കണ്ട, ഇപ്പം തന്നെ ആശുപത്രി കൊണ്ടുപോയേക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ഞാൻ ഓർത്ത് ദൈവമേ എൻ്റെ കൂടെ ആരെങ്കിലും 2 പിള്ളേരെയും പറഞ്ഞു അപ്പം തന്നെ വിടും, അപ്പോൾ അവരുടെയും ധ്യാനം മുടങ്ങുമല്ലോ. കാര്യം എനിക്ക് ഹിന്ദി ധ്യാനം ഒന്നും മനസ്സിലാവുന്നില്ല, എന്നാലും ഈശ്വരയുടെ തിരിക്കാനെങ്കിലും പറ്റുമല്ലോ എന്നൊക്കെ ഓർത്തതാണ്. നടക്കുകയല്ല, ഇപ്പം തന്നെ തിരിച്ചു വിടുമല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് ഞാൻ അവിടെ നിൽക്കുക. പോയ അച്ഛൻ 2 സെക്കൻഡ് കഴിഞ്ഞ് ഓടി കയറി വന്നു. തിരിച്ചു കയറി വന്ന് എന്നോട് പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു ഒരു കുറവില്ല, ഇത് കണ്ടില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ മോളെ നിനക്ക് വേണ്ടി നിന്നെ ആശുപത്രി കൊണ്ടുപോകണ്ട, പ്രാർത്ഥിച്ചാൽ മതി എന്ന് ഈശോ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തിരിച്ചു കയറി വന്നത്. അപ്പോൾ മാറ്റമൊന്നുമില്ലല്ലേ? ഞാൻ പറഞ്ഞു ഒരു മാറ്റവും. അച്ഛൻ പിന്നെ ഇറങ്ങിപ്പോയി. പിന്നെ പോയിട്ട് വരുന്നത് മാത്യു അച്ഛനെയും ബേസിലച്ഛനെയും കൂടെ കൂട്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെ സൈമൺ അച്ഛനും കൂടെ വന്ന് 3 പേരോട് വന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വണ്ടിയുടെ അടുത്ത് വരെ പോയി നോക്കി, അപ്പോഴും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, നിന്നെ ആശുപത്രി കൊണ്ടുപോകണ്ട എന്ന് തന്നെ ഈശോ പറഞ്ഞതുകൊണ്ട് പിന്നെയും വന്നതാണ് തിരിച്ച്. അതുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിക്കാം. ആ ചാപ്പലിൽ ഒരു അമ്മച്ചിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ അമ്മച്ചിയെ കൂടെ വിളിച്ചു. പിന്നെ ഈ 3 വൈദികരുടെ തലയിലേക്ക് കൈവച്ചു. എനിക്ക് മുട്ടയെ കുത്താനൊന്നും പറ്റിയല്ല, വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ്, ഞാൻ നുറന്ന് നിൽക്കുക. അപ്പോൾ അച്ഛന്മാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാത്യു അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോളെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ജീവനുണ്ട്, അതുകൊണ്ട് ഈശോ ഇപ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, നീ ഈശോയോട് പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടായ ഒരു നിമിഷം അത്. കാരണം ഞാൻ വിചാരിച്ചു കള്ളത്തരം ഇപ്പം കണ്ടുപിടിക്കാം, കർത്താവിൻ്റെ കള്ളത്തരം ഇപ്പം കണ്ടുപിടിക്കാം. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ജീവനുണ്ടെങ്കിൽ ഞാൻ സുഖം പ്രാപിക്കും, ഇല്ലെങ്കിൽ മൊത്തം തട്ടിപ്പാന്ന് മനസ്സിലായല്ലോ. അപ്പോൾ മരിച്ചാലും വേണ്ടിയല്ല, മരിക്കുന്നതിന് മുമ്പ് സത്യം അറിയാൻ പറ്റും. ഏതായാലും ഞാൻ ഈ സുഖമൊന്നും മരിച്ചു പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനു മുമ്പ് ജീവൻ പോകുന്നതിന് മുമ്പ് സത്യം എന്താണ് അറിഞ്ഞിട്ട് മരിക്കാൻ പറ്റും. അതൊരു നല്ല അവസരമായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയോട് ഞാനൊരു കാര്യം പറഞ്ഞു, കർത്താവേ നിനക്ക് ജീവനുണ്ടെങ്കിൽ അതിപ്പോൾ വെളിപ്പെടുത്തണമേ. അങ്ങനെയാണ് പറഞ്ഞത്. കർത്താവ് നിനക്ക് ജീവനുണ്ടെങ്കിൽ, ഈ ഗോതമ്പപ്പത്തിൽ ജീവനായി നീ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അറിയണം, എൻ്റെ ജീവൻ എടുത്തുകൊണ്ടാണെങ്കിലും വേണ്ടിയല്ല എനിക്ക് സത്യം അറിയണം. അപ്പോൾ മരിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഏറ്റു പറഞ്ഞിട്ട് മരിക്കുമല്ലോ, അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഏതാണ് സത്യം, അത്ര അറിഞ്ഞാൽ മതി എനിക്ക്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛന്മാർ കണ്ണ് തുറക്കാതെ പ്രാർത്ഥിച്ചോളാൻ മതി, കണ്ണടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, നീര് വന്ന് തന്നെ വീർത്തിരിക്കുക, അടഞ്ഞിരിക്കുക കണ്ണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുക. അച്ഛൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പറഞ്ഞു 3 പേരും കൂടെ തലയിൽ കൈവച്ചു.